എൻ്റെ കൂട്ടുകാരൻ അപ്പു അവനെനിക്ക് ഓണമായിട്ട് എടുത്തു തന്നെയാ ഷർട്ട്. ഏവർക്കും എൻ്റെയും കുടുംബത്തിൻ്റെ ഒരു അടിപൊളി. ഓക്കെ, അൻസാരി സുഹുരി ഉസ്താദ് ഓണം ആഘോഷിച്ചോ? ഇതിന്റെ ഫുള്ളായിട്ടുള്ള വീഡിയോ ദൃശ്യം ഞാൻ വെച്ചു തരാം പൊന്നു പ്രേക്ഷകരെ. അതിനുശേഷം ഇന്നലെ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ വൈറലായ ഒരു ഉസ്താദാണ് ഇങ്ങേര്. അതായത് ഓണം ആഘോഷിക്കണ്ട എന്ന് പറഞ്ഞിട്ട് ഒരു പ്രസംഗിച്ചു. അതിനുശേഷം ആ ഒരു പ്രസംഗം സൈഡിൽ വെച്ചുകൊണ്ട് കുറെ മുസ്ലിം താത്തമാര് ഡാൻസ് കളിക്കുന്നുണ്ട്. അതായത് ഈ ഉസ്താദ് പറഞ്ഞത്, ഉസ്താദിന്റെ പ്രസംഗത്തെ എതിർത്തിട്ടാണ് അവർ ഡാൻസ് കളിക്കുന്നത് എന്നാണ് ഇന്നലെ സോഷ്യൽ മീഡിയ ചർച്ച ചെയ്തത്. എന്നാൽ ആ ഉസ്താദ് രംഗത്ത് വന്നിട്ടുണ്ട്. ഓക്കെ, ഓണ ദിവസം ആ ഉസ്താദ് ചില ഞെട്ടിക്കുന്ന കാര്യങ്ങൾ പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്ന ഭാഗം ഞാൻ വെച്ചു തരാം. ഓക്കെ, എന്താണ് അങ്ങനെ പ്രസംഗിക്കാൻ കാരണം, അത് 3 വർഷം മുമ്പത്തെ പ്രസംഗമാണെന്നൊക്കെയാണ് പറയുന്നത്. എന്നായാലും ആ ഒരു ഉസ്താദിന്റെ ആ ഒരു പ്രസംഗം, അതായത് പുതിയ പ്രസംഗം ഞാൻ വെച്ചു തരാം. ഓക്കെ, പ്രസംഗമൊന്നല്ല, ഒരു വാർത്ത, ഒരു ന്യൂസ് ചാനലിൽ കൊടുത്തൊരു ബൈറ്റാണ്, അത് വെക്കാം. ഓക്കെ, അതിനു മുമ്പ് അൻസാരി സുഹുരി ഉസ്താദ് ഓണം ആഘോഷിച്ചോ ഇല്ലേ എന്ന് നമുക്ക് ചർച്ച ചെയ്യാം. പൊന്നു പ്രേക്ഷകരെ, ഒരു കുഞ്ഞു കാര്യം പറയാം. അൻസാരി ഉസ്താദിനെ ഇഷ്ടപ്പെടുന്ന എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അറിയാൻ വേണ്ടിയിട്ടാണ്. പവർ കാണട്ടെ, ഉസ്താദിനെ ആരെങ്കിലും സ്നേഹിക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഓക്കെ പൊന്നു പ്രേക്ഷകരെ, ഒരു കുഞ്ഞു കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ ബാക്കി വിഷയത്തിലേക്ക് കടക്കാം. അതായത് എല്ലാവരോടും എൻ്റെ വീഡിയോ കാണുന്ന, അതായത് ഭൂരിപക്ഷം ഒരു 100% നോക്കിയാൽ 33% മുസ്ലിംസും 33% ക്രിസ്ത്യൻസും 33% ഹിന്ദു, എല്ലാവരും ഒരുമിച്ചിട്ട് എൻ്റെ വീഡിയോ കാണുന്നുണ്ട്. എല്ലാവർക്കും നന്ദി പറയുന്നുണ്ട്. അപ്പോൾ ഈ 3 മതസ്ഥരോടും ഒരു കാര്യം പറയാം. നിങ്ങളെ മതം പറയുന്ന ഒരു കാര്യം, ഓക്കെ, നിങ്ങളെ മതം ഒരു കാര്യം, നിങ്ങളെ മതപ്രകാരം ഇത് ചെയ്യുന്നത് തെറ്റ്. ഓക്കെ, അപ്പോൾ നിങ്ങളെ മതത്തിലുള്ള പെൺകുട്ടികൾ അല്ലെങ്കിൽ നിങ്ങളെ മതം വിശ്വസിക്കുന്നവർ, നിങ്ങളിപ്പോൾ സ്വാമിമാർ പറയുന്നതോ അല്ലെങ്കിൽ പള്ളിയിലച്ചന്മാർ പറയുന്നതോ അല്ലെങ്കിൽ ഉസ്താദ്മാർ പറയുന്നത് കേൾക്കുന്നില്ല. നിങ്ങളെ മതപ്രകാരം ഇത് ചെയ്യണ്ട എന്ന് പറയുമ്പോൾ അത് ചെയ്യുമ്പോൾ മതപണ്ഡിതന്മാർ പൊട്ടിത്തെറിച്ച് രംഗത്ത് വരും. പൊന്നു പ്രേക്ഷകരെ, അതിന് നമ്മൾ ഒന്നും ചെയ്തിട്ട് ഒരു കാര്യവുമില്ല. ഞാൻ അങ്ങനെയാണ്. ഇപ്പോൾ എൻ്റെ വീഡിയോ ഫോളോ ചെയ്യുന്ന എല്ലാവർക്കും അറിയും, എനിക്ക് വർഗീയത അങ്ങനെ ഇങ്ങനെ ഒന്നുമില്ല. ഞാൻ എല്ലാവരും ഒന്നാണ്, ഒരൊറ്റ ദൈവമുള്ളൂ, ആ ദൈവത്തിന്റെ പേര് മനുഷ്യമതം, അങ്ങനെയാണ് ഞാൻ പേഴ്സണലി വിചാരിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, മതപണ്ഡിതന്മാർ, അതിപ്പോൾ സ്വാമിമാരായാലും പള്ളിയിലച്ചന്മാരായാലും ഉസ്താദന്മാരായാലും അവർ പറഞ്ഞുകൊണ്ടേയിരിക്കും. കാരണം അവർ പഠിച്ചത്, ആ മതം പഠിച്ച മതപണ്ഡിതന്മാരാണ്. അപ്പോൾ ഒരു മതത്തിൽ പറയുന്ന കാര്യം ഇത് ചെയ്യരുത് എന്ന് പറയുമ്പോൾ അത് ചെയ്യുമ്പോൾ അവർ പൊട്ടിത്തെറിക്കും. അതിന് നമ്മൾ അവരെ ഉസ്താദന്മാരെയായാലും സ്വാമിമാരെയായാലും പള്ളിയിലച്ചന്മാരെയായാലും നമ്മൾ അവരെ തെറി വിളിച്ചിട്ട് കാര്യമില്ല പൊന്നു പ്രേക്ഷകരെ. ഓക്കെ, നമുക്ക് ആദ്യം സോഷ്യൽ മീഡിയയിൽ വൈറലായ ആ ഉസ്താദ് എന്തുകൊണ്ടാണ് അങ്ങനെ മുമ്പ് പ്രസംഗിച്ചത് അതും ഒന്ന് കേൾക്കാം. ഓക്കെ, ഏറ്റവും കൂടുതൽ ഹിറ്റായിട്ടുള്ള റീലുകളെല്ലാം മുസ്ലിം കുട്ടികളുടെയാണ്, മുസ്ലിം പെൺകുട്ടികളാണ്. ഇപ്പോൾ തൊട്ടടുത്ത് നമ്മുടെ ഈ തൊടുപുഴ പരിസരത്ത് ഒരുപാട് കോളേജുകളുണ്ട്. പിന്നെ കുറേ ആളുകൾ ഞാൻ ആ പ്രസംഗിച്ച ക്ലിപ്പ് എടുത്ത് വെച്ചിട്ട് എന്നോടൊരു വൈരാഗ്യ ബുദ്ധി എന്നുള്ള രീതിയിൽ സ്വാഭാവികമായിട്ടും ഞങ്ങൾ ഡാൻസ് കളിച്ചിട്ട് ഉസ്താദെ അടങ്ങൂ എന്ന രീതിയിലൊക്കെ വീഡിയോ ഇറക്കുന്നുണ്ട്. ഞാൻ നഷ്ടം എനിക്കല്ല, എനിക്കത്ര പേരാണ്. ഞാനൊരു മതപണ്ഡിതനാണ്, ഞാനൊരു പ്രസംഗത്തിന് ദീനീ ദേവത്തിന് പോകുന്ന ഒരാളാണ്, ഞാനൊരു പള്ളിയിൽ സേവനം ചെയ്യുന്ന ഒരു ഇമാമാണ്. ഞാൻ പള്ളിയിലും പറയാറുണ്ട്, സദസ്സുകളിലും പറയാറുണ്ട്, നിങ്ങൾ ഹൈന്ദവ സഹോദരങ്ങൾ സ്നേഹിക്കണം. പക്ഷേ ഇസ്ലാമിൻ്റെ ആദർശം എന്ന് പറയുന്നത് ഒരു പരിധി വിട്ടിട്ട് എന്ത് ചെയ്യാൻ പാടില്ല, ഒന്നിനും പോകാൻ പാടില്ല. ആ പരിധി എന്ന് പറയുന്നത് എന്താ? ഡാൻസ് കളി. ഇപ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പോൾ ഇന്നലെ മുതലുള്ള ഒരു ഫേസ്ബുക്ക് വീക്ഷിക്കുന്ന ഒരാളാണെങ്കിൽ, ഇൻസ്റ്റാഗ്രാം വീക്ഷിക്കുന്ന ഒരാളാണെങ്കിൽ ഇന്നലെ മുതലുള്ള വീഡിയോകൾ കണ്ടാൽ മനസ്സിലാവും. എല്ലാവരും തലകുനിക്കാണ്. നമ്മുടെ പെൺകുട്ടികൾ ഡാൻസും പേക്കും എല്ലാം വേണ്ട. നമ്മളൊക്കെ കോളേജിൽ പഠിച്ചിട്ടുണ്ട്. ഞാൻ BA സോഷ്യോളജി പഠിച്ച ഒരാളാണ്. ഞാൻ കോഴിക്കോട് കോളേജിൽ പഠിച്ച ഒരാളാണ്. പക്ഷേ എല്ലാത്തിനും ഒരു ലിമിറ്റ് വേണം. ഈ ലിമിറ്റ് വിട്ട് പിന്നെ ഞാൻ അന്ന് നിന്നൊന്നും പറഞ്ഞു, ഇതൊക്കെ മുസ്ലിം സഹോദരിമാരോട് പറയുന്നത്. ഹൈന്ദവ സഹോദരിമാർ അവർക്ക് എന്തു ആകാം, കാരണം അവർക്ക് അവരുടെ മതത്തിൻ്റെ ആചാരങ്ങളുണ്ട്, അതിനുള്ള നിബന്ധനകളുണ്ട്. ക്രൈസ്തവ സഹോദരങ്ങൾക്കും സഹോദരിമാർക്കും അവർക്കുള്ള നിബന്ധനകളും എല്ലാവിധ മാമൂലുകളും ഉണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞത് ആരോടാ? മുസ്ലിം സഹോദരിമാരോടും മുസ്ലിം സഹോദരങ്ങളോട്. പിന്നെ ചില ആളുകൾ ഇപ്പം ഇന്നലെയൊക്കെ ആയിട്ട് കമൻറ്റ് ചെയ്യുന്നുണ്ട്, ഉസ്താദെ സ്ത്രീകൾക്ക് മാത്രമാണ് ഈ പ്രശ്നം. ഒരിക്കലല്ല, മുസ്ലിം സഹോദരങ്ങൾക്കും ഇത് പ്രശ്നം തന്നെയാണ്. നമ്മൾ ഒരു ലിമിറ്റ് വിട്ടിട്ട് ഈ ഒരു ആഘോഷത്തിലേക്ക് കടന്നു പോകുമ്പോൾ അതൊരു പ്രയാസം. നിങ്ങൾ പായസം കുടിക്കുകയോ നിങ്ങൾ സദ്യ കഴിക്കുകയോ, അരവണ കൊണ്ട് നമ്മൾ ബിസ്മില്ലിട്ട് അരവണ കഴിച്ച ആളാണ് ഞാനും, ഇല്ലെന്നൊരിക്കലും നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷേ ഇതിനൊന്ന് വളച്ചൊടിക്കണം, അശിഖധാരമിക്കെതിരെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം, പിന്നെ റീച്ചിന് വേണ്ടിയിട്ടാണ്, ഇല്ലെന്നൊരിക്കലും പറയാൻ കഴിയില്ല. ഞാൻ ഈ 160-170 ഓക്കെ, ഉസ്താദ് പറയുന്നത് ഇങ്ങനെയാണ്. അതായത് ഓരോ മതത്തിനും, ഞാൻ എല്ലാ മതത്തെയും റെസ്പെക്ട് കൊടുക്കുന്ന ഒരാളാണ്. ഓരോ മതത്തിനും അതിൻ്റെതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. അപ്പം അത് നമ്മൾ ലംഘിക്കുമ്പോൾ മതപണ്ഡിതന്മാർ പൊക്കി വരും, അവർ പറഞ്ഞ് പ്രസംഗിക്കും.
അപ്പോൾ നമ്മൾ അവരെ പഞ്ഞിക്കിട്ടിട്ട് കാര്യമില്ല. അത് ഉൾക്കൊള്ളുന്നവർക്ക് ഉൾക്കൊള്ളാം, അല്ലാത്തവർക്ക് തോന്നിയതുപോലെ. ഇപ്പോൾ ഓണം എന്ന് പറയുന്നത് ഒരു കേരള ഉത്സവമായിട്ടാണ് ഞാൻ പേഴ്സണലി കാണുന്നത്. ഓക്കെ നമുക്ക് എന്തായാലും അൻസാരി ഉസ്താദ് ഓണം ആഘോഷിച്ചോ, ആ ഒരു വീഡിയോ കാണാം. അതിനുശേഷം ഒരു പെൺകുട്ടി വസ്ത്രത്തെ കുറിച്ചിട്ട് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിന് തക്കതായിട്ടുള്ള മറുപടി അൻസാരി ഉസ്താദ് കൊടുക്കുന്നുണ്ട്. അതും കൂടി നിങ്ങൾ കേൾക്കണം. നമുക്ക് എന്തായാലും അൻസാരി ഉസ്താദിന്റെ ഓണം ആഘോഷം ഉള്ളതാണോ അതിന്റെ സത്യാവസ്ഥ? എൻ്റെ കൂട്ടുകാരൻ അപ്പു അവനെനിക്ക് ഓണമായിട്ട് എടുത്തു തന്നെയാണ് ഷർട്ട്. പെരുന്നാളിന് അവന് ഞാൻ എടുത്തു കൊടുക്കാറുണ്ട്. അപ്പോൾ എന്തായാലും വലിയ സന്തോഷം. എല്ലാവരും കളറാകട്ടെ. ഏവർക്കും എൻ്റെയും കുടുംബത്തിൻ്റെ ഒരു അടിപൊളി. ഏതെങ്കിലും ഒരു പുരാണത്തിലോ ഇതിഹാസത്തിലോ മഹാബലി കേരളം ഭരിച്ചിരുന്നു എന്നതിനൊരു തെളിവാണ്. അത് ഏത് പുരാണമാകെ ഇതിഹാസമാകാം. ഏതെങ്കിലും ഒരു പുരാണത്തിലോ ഇതിഹാസത്തിലോ മഹാബലി കേരളം ഭരിച്ചിരുന്നു എന്നതിനൊരു തെളിവാണ് ഞാൻ ചോദിച്ചത്. കാവേലി നാട് വാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ എന്ന് പാടി എന്നെ തേച്ച്, ആ പാട്ടും പാടി നടന്ന് എന്നെ തേച്ച്. ഇപ്പൊ മാവേലി ആരുമല്ല. പിന്നെ പുരാണത്തിൽ പറയുന്നു മഹാബലി കേരളം ഭരിച്ചിട്ടുണ്ട്. കാരണം മഹാബലി എത്ര നല്ല ഭരണാധികാരിയാണെങ്കിലും നമ്മളെ ഭരിക്കേണ്ടത് നമ്മൾ. അത് ഞാൻ ഒരാശംസയും പറയുന്നില്ല, പോയി കയ്യിൽ പോയി. ഓക്കെ, അൻസാരി ഉസ്താദിന്റെ ഓണം ആഘോഷത്തിന്റെ സത്യാവസ്ഥ ഇതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലിയറായി കൃത്യമായിട്ട് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. പൊന്നു പ്രേക്ഷകരെ, ഒരു പെൺകുട്ടി വസ്ത്രത്തെ കുറിച്ച് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിന് ഉസ്താദ് ഒരു മറുപടി കൊടുക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും അത് പെട്ടെന്നൊന്ന് കേൾക്കാം. ഈ ഉസ്താദിന്റെ മറുപടി കേട്ടിട്ടാണ് എനിക്ക് പേഴ്സണലി അറിയുന്നത് ഇന്ത്യ രാജ്യത്ത് ഒരു വസ്ത്രവും ധരിക്കാതെ പോയി കഴിഞ്ഞാൽ കേസാവുമെന്ന്. ഞാൻ ഇതുവരെ വിചാരിച്ചത് നമുക്ക് ഒരു വസ്ത്രം ഇടാതെ നടത്തുന്ന സ്വാതന്ത്ര്യം ഉണ്ട് എന്നാണ്. പക്ഷെ അങ്ങനെയല്ല. നമുക്ക് എന്തായാലും ഉസ്താദ് പറയുന്നുണ്ട്, അത് കേൾക്കാം. അങ്ങാടിയിലേക്ക് പ്രായപൂർത്തിയെത്തിയ കുട്ടികൾ ടൗസർ ഇട്ട് പോകുന്ന ഒരു അവസ്ഥ കാണുമ്പോൾ വല്ലാതെ വേദനിക്കുകയാണ്. ഉമ്മയുടെ മുമ്പിൽ വെച്ചല്ലേ ആ ടൗസർ ഇട്ട് വീട്ടിൽ നടന്നത്, ഉപ്പയുടെ ഒപ്പം വാങ്ങിക്കൊടുത്ത ടൗസറെല്ലാം ഇട്ട് പോകുന്നത്. അത് കണ്ടിട്ട് മോനെ ഇത് പാടില്ല, ഇത് തെറ്റാണ്, എന്റെ അവർക്ക് മറ്റുള്ളവർ കാണിച്ചു കൊടുക്കൽ ഹറാമാണ് എന്ന് പറയാൻ, അത് ചെയ്യരുതെന്ന് പറയാൻ വാപ്പയായി പോയ എനിക്കും നിങ്ങൾക്കും കഴിയുന്നില്ലെങ്കിൽ നമ്മുടെ അവസ്ഥ വളരെ ബേജാറാണ്, വളരെ പരിതാപകരമാണെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഉസ്താദ് പറഞ്ഞ ആൺകുട്ടികൾ കേട്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ട്രൗസർ വരെ ഇടാണ്ട് നാളെ പോയിക്കളയും. അതുകൊണ്ട് ഉസ്താദ് മിണ്ടാണ്ടിരുന്നു. ഓണത്തിന്റെ ഓർമ്മയുണ്ടല്ലോ, ഒരു ഉസ്താദ് പേരിലാണുള്ളത്. എല്ലാം പോട്ടെ, ഈ പ്രാവശ്യത്തെ ഓണം കാക്കമാരെ തൂക്കി. എന്തുകൊണ്ടാ നിങ്ങൾ ചെയ്യണ്ടെന്ന് പറയുന്നില്ല, അവർ ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോ ട്രൗസർ മാറ്റി ഒന്നില്ലാണ്ട് വരുവാന്ന പേടി. ഈ ഉസ്താദിനെ കൊണ്ട് അതും ആവട്ടെ. പറ്റൂല മോളെ, പറ്റൂല. ഒന്നും ഉടുക്കാൻ നടക്കാൻ പറ്റത്തില്ല. നമ്മുടെ രാജ്യത്തിന് നിയമമുണ്ട്. നമ്മുടെ രാജ്യത്ത് ഏതൊരു വ്യക്തിക്കും സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ ആ സ്വാതന്ത്ര്യം പരിധികളില്ലാത്തതല്ല, പരിധിക്കുള്ളിൽ നിന്നുകൊണ്ടുള്ളതാണ്. അതായത് നമ്മുടെ രാജ്യത്ത് ഒരാൾ തുണി കൊടുക്കാതെ പൊതുമധ്യത്തിലൂടെ നടന്നാൽ, ഇത് മതത്തിന്റെ നിയമമൊന്നല്ലേ, ഈ രാജ്യത്തിന്റെ നിയമമാണ്. സ്വാതന്ത്ര്യമുള്ള രാജ്യത്ത് അങ്ങനെ തുണി കൊടുക്കാതെ പോകാൻ പറ്റത്തില്ല. അങ്ങനെ ഒരാൾ നടന്നാൽ ഭാരതീയ നിയമസംഹിത സെക്ഷൻ 296 പ്രകാരവും IPC 294 പ്രകാരവും ശിക്ഷാർഹമാണ്, കുറ്റകരമാണ്. ഓക്കെ, ഉസ്താദ് പറയുന്ന ബാക്കി വെച്ച് തരാം. ഒരു കാര്യം പറയാം, ഉസ്താദിന് വല്ലാത്തൊരു അറിവാണല്ലേ. സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ മതപരമായാലും നമ്മുടെ നിയമപരമായാലും എല്ലാം ക്ലിയർ ആയിട്ട് പറയുന്ന ഒരാളാണ്. ഓക്കെ, ബാക്കിയും കൂടി കേൾക്കാം. അപ്പം ഇത് മതത്തിന്റെ നിയമമല്ല, രാജ്യത്തിന്റെ നിയമം തന്നെ. തുണി ഉടുത്തുകൊണ്ട് നടക്കണമെന്നുള്ള, ഉടുത്തില്ലെങ്കിൽ ശിക്ഷയാണ്. ഇനി പോട്ടെ, പൊന്നുമോളെ, എന്താ പ്രശ്നം? ആ ഉസ്താദ് പറയുന്നത് ആ ഉസ്താദിനെ കേട്ടിരിക്കുന്ന ജനങ്ങളോടാണ്, അതനുസരിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന മുസ്ലിമീങ്ങളോട് പറയുന്നതിന് നമുക്ക് ട്രിഗർ ആകേണ്ട എന്താ അദ്ദേഹം പറഞ്ഞത്? മാന്യമായ വസ്ത്രം ധരിച്ച് ഉടുത്ത് വൃത്തിയായി നടക്കണമെന്നല്ലേ ഈ പറയുന്നത്. പിന്നെ ഒരു കാര്യം മോളോട് ചിന്തിക്കാൻ വേണ്ടി പറയണം. മോളെ, ഈ വസ്ത്രത്തിൻ്റെ വിഷയം പറഞ്ഞില്ലേ, ഞാൻ ഇന്നലെ ഇവിടെ കാരമൽ എന്ന് പറഞ്ഞ അടുത്തൊരു ഹോട്ടലുണ്ട്. അവിടെ ഞാനും ഫാമിലിയൊക്കെ ഭക്ഷണം കഴിക്കാൻ പറ്റിയിരിക്കുക. അപ്പോൾ ചുറ്റുവട്ടത്ത് വേറെ ഫാമിലികളൊക്കെ ഉണ്ട്. അപ്പോൾ പെട്ടെന്ന് ഈ അടുത്തിരുന്ന ഫാമിലീസും ചെറുപ്പക്കാരും എല്ലാം കൂടെ ഒരു ഭാഗത്തേക്ക് തിരിഞ്ഞ്, ചേട്ടാ അങ്ങോട്ട് നോക്കണം അങ്ങോട്ട്. അപ്പം ഞാനിങ്ങനെ തിരിഞ്ഞപ്പോൾ എൻ്റെ വൈഫ് പറഞ്ഞു അങ്ങോട്ട് നോക്കല്ലേ എന്ന് പറഞ്ഞു. മോൻ പിടിച്ച് തിരിച്ച്. അപ്പം എൻ്റെ മൂത്ത മോളിങ്ങനെ തിരിയാൻ തരും, മോളെ അങ്ങോട്ട് നോക്കല്ലേ എന്ന് പറഞ്ഞു തിരിഞ്ഞു. അപ്പോഴെന്താ സംഭവം? ഇത് ക്യൂരിയോസിറ്റി ആണല്ലോ. അപ്പം ഞാൻ പെട്ടെന്ന് തിരിഞ്ഞപ്പോഴേക്കും ഈ കാര്യം മനസ്സിലായി. ഈ കുട്ടിയുടെ ഡ്രസ്സ് വളരെ വൾഗർ എന്ന് പറഞ്ഞാൽ, ഇപ്പം ഒരാളുടെ വസ്ത്രം മോശമാണെന്ന് എങ്ങനെ നമ്മൾ നിർണ്ണയിക്കുക വെച്ചാൽ, നമുക്ക് സ്വാഭാവികമായിട്ട് നമ്മൾ കേരളത്തിൽ ജീവിക്കുകയല്ലേ. അപ്പോൾ കേരളത്തിൻ്റെ ഒരു തനതായ ശൈലിയിൽ നിന്ന് ഈ പലരും പലതരത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നുണ്ട്. പക്ഷെ ഓക്കെ, ഉസ്താദ് മനോഹരമായിട്ടാണ് മറുപടി കൊടുക്കുന്നത്. പൊന്നുപ്രേക്ഷകരെ, ഇപ്പോൾ ഉസ്താദായാലും സൗമ്യായാലും പള്ളിയിലച്ഛനായാലും ഇങ്ങനെയുള്ള പ്രശ്നം, അതായത് വസ്ത്രത്തെക്കുറിച്ചൊക്കെ നമ്മൾ പറയുന്നതിൽ നാക്ക് പിഴച്ചു കഴിഞ്ഞാൽ കോടതി കയറേണ്ടി വരും. വല്ലാത്ത പ്രശ്നം തന്നെയാണ്. പെൺകുട്ടികൾ രണ്ടും കൽപ്പിച്ച് കേസ് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ. അതായത് ഇപ്പോൾ ഞാൻ ഏതെങ്കിലും ഒരു പെണ്ണിനോട് നീ എന്തിനാണ് ഇങ്ങനെ നടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നമാവും. അതുകൊണ്ട് ഉസ്താദ് മനോഹരമായിട്ടുള്ള ഒരു മറുപടിയാണ് കൊടുക്കുന്നത്. ബാക്കിയും കൂടി കേൾക്കാം. അതിൻ്റെയൊക്കെ താഴെത്തട്ടിലേക്ക് വരുന്ന തരത്തിലുള്ള വസ്ത്രധാരണ. അപ്പം തൊട്ടടുത്തിരുന്ന ഫാമിലികളെല്ലാം അവരുടെ മക്കളോട് അങ്ങോട്ട് നോക്കണ്ടെന്ന് പറയുന്നു. ചെറുപ്പക്കാർ അപ്പുറത്തിന്, എനിക്ക് കേൾക്കാം.
ഈ ചെറുപ്പക്കാർ പറയുന്ന കമൻറ്റ് കേട്ടാൽ നമ്മുടെ മകളോ നമ്മുടെ പെങ്ങളോ ഒക്കെ ആണെങ്കിൽ സത്യം പറഞ്ഞാൽ നമ്മൾ അപമാനഭാരം സഹിക്കാൻ വയ്യാതെ നമ്മൾ എന്ത് ചെയ്യുമെന്നറിയാതെ നമ്മൾ പരതന്ത്രരായിപ്പോവും. മക്കളെ, നമ്മൾ എന്തെല്ലാം ന്യായം പറഞ്ഞാലും ആളുകൾ ശ്രദ്ധിക്കുകയും കമൻറ്റ് പറയുകയും മോശം പറയുകയൊക്കെ ചെയ്യും. നല്ല വസ്ത്രം ധരിക്കുക എന്നുള്ളത് ഒരു മനുഷ്യൻ്റെ അന്തസ്സിൻ്റെ ഭാഗമാണ്. വസ്ത്രം കുറയുക എന്നുള്ളത് അന്തസ്സില്ലായ്മയുടെ ഭാഗമാണ്. അത് നമ്മൾ ഏത് നിലക്ക് ചിന്തിച്ചാലും നമ്മുടെ രാജ്യത്ത് ചില സ്ത്രീകളുണ്ടല്ലോ, ഇപ്പോൾ അനി ബസൻ്റ് ആണെങ്കിലും ഇന്ദിരാഗാന്ധി ആണെങ്കിലും ഇപ്പോൾ നിലവിലുള്ള സോണിയാഗാന്ധി ആണെങ്കിലും അങ്ങനെ പല, ഇപ്പം ശോഭാ സുരേന്ദ്രൻ തന്നെ എടുത്തോ, BJPയുടെ ശോഭാ സുരേന്ദ്രൻ, സ്മൃതി ഇറാനി, ഇവരുടെയൊക്കെ വസ്ത്രധാരണങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? അവർക്ക് കിട്ടുന്ന ബഹുമാനവും ആദരവും. ഞാൻ ഉദാഹരണം പറഞ്ഞു, ഇവരെയൊക്കെ ശ്രദ്ധിക്കും. ഓക്കെ, അതായത് ഉസ്താദ് പറയുന്നത് ശരിയല്ലേ? ഇപ്പോൾ എങ്ങനെ വേണമെങ്കിലും നടക്കാമെന്ന് തോന്നിയിട്ട് ഓരോ സ്ത്രീകളും, ഞാൻ പേരെടുത്ത് പറയുന്നില്ല, ചില സ്ത്രീകൾ വളരെ മോശമായിട്ട്, വളരെ റീച്ചിന് വേണ്ടിയാണോ ഉദ്ഘാടനം കിട്ടാൻ വേണ്ടിയാണോ എന്ന് എനിക്കറിയത്തില്ല, വളരെ മോശമായിട്ട് നടക്കുന്നുണ്ട്. ഏതെങ്കിലും ഒരു പുരുഷൻ എങ്ങനെ നടക്കുന്നുണ്ടോ? ഞാൻ സ്ത്രീകളെ ചെറുതാക്കുന്നതല്ല, അത് തെറ്റാണ്. ഒരു ഇത്തിരി മാന്യതയോടു കൂടി നടക്കണ്ടേ? അതിപ്പോൾ ചോദ്യം ചെയ്താൽ നമ്മളെ പിടിച്ച അറസ്റ്റ് ചെയ്യുന്ന ഒരവസ്ഥ. ഓക്കെ, ഞാൻ ആ ഒരു പെൺകുട്ടി, ഉസ്താദ് വെച്ച ആ ഒരു പെൺകുട്ടി കേൾക്കാൻ വേണ്ടിയല്ല പറഞ്ഞത്, ഈ കാര്യങ്ങൾ പൊതുവെ നടക്കുന്ന കാര്യമാണ് പറഞ്ഞത്. ഓക്കെ, ഉസ്താദ് പറയുന്ന ഏറ്റവും അവസാനത്തെ ഭാഗം കേട്ടിട്ട് നമുക്ക് വീഡിയോ മൈൻഡപ്പ് ചെയ്യാം. അവരുടെയൊക്കെ വസ്ത്രധാരണം നമ്മുടെ ഇന്ത്യയുടെ അല്ലെങ്കിൽ കേരളത്തിൻ്റെ ഒരു പൈതൃക രൂപത്തിലാണ് ഉള്ളത്. അതിൽ നിന്ന് ഘടകവിരുദ്ധമായിട്ട് നമുക്ക് എന്ത് വേണമെങ്കിലും, എന്ത് തോന്നിയ വസ്ത്രമല്ല ധരിക്കാം. പക്ഷേ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ധരിക്കാമെന്നും ധരിക്കാനും ധരിക്കണമെന്ന് പറയാനും ധരിച്ചവരെ കളിയാക്കാനും ഒക്കെ അവകാശമുണ്ടെങ്കിൽ ഞങ്ങളുടെ മുമ്പിലിരിക്കുന്ന ഒരു ചെറിയ സമൂഹത്തോട് നിങ്ങൾ നല്ല വസ്ത്രം ധരിക്കണേ, ഡിഗ്നിറ്റി കീപ്പ് ചെയ്യണേ, മോശം വസ്ത്രം ധരിക്കരുത് എന്ന് പറയാനുള്ള അവകാശത്തിനെങ്കിലും, ഇത് സ്വാതന്ത്ര്യമുള്ള രാജ്യമല്ലേ, നിങ്ങൾക്ക് ഇതൊന്നും ധരിക്കേണ്ട, ഇഷ്ടമുള്ള പോലെ നടക്കുക എന്ന് പറയുന്നത് പോലെ അങ്ങനെയൊന്നും നടക്കരുത്, നല്ല വസ്ത്രം ധരിച്ച് നടക്കണമെന്ന് പറയാൻ ഞങ്ങൾക്കും സ്വാതന്ത്ര്യമില്ലേ? അതെങ്കിലും ഒന്ന് വകവെച്ച് തന്നോട്ടെ, അതെങ്കിലും ഒന്ന് വകവെച്ചു പ്ലീസ്, ഞങ്ങളൊന്ന് പറഞ്ഞോട്ടെ. ഓക്കെ പൊന്നു പ്രേക്ഷകരെ, ഇങ്ങനെയൊക്കെയാണ് അൻസാരി സുഹരി ഉസ്താദ് പറയുന്നത്. അപ്പോൾ ഓണം റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റ് അവസാനിക്കുകയാണ്. ഇനി വരാൻ പോകുന്നത് ബിഗ് ബോസ് നബിദിനം. എന്നെ അറിയാലോ നിങ്ങൾക്ക്, അതായത് നാട്ടിൽ നടക്കുന്ന പ്രധാന കാര്യമാണ്. എലക്ഷൻ വരുമ്പോൾ എലക്ഷന്, ക്രിസ്മസ് വരുമ്പോൾ ക്രിസ്മസ്. ഞാൻ അങ്ങനെയാണ്, മിക്സ്ഡ് കണ്ടന്റ് ആണ്. എന്ത് പ്രശ്നം സംഭവിച്ചാലും, ഇനിയിപ്പോൾ നാളെ ഏതെങ്കിലും ഒരു സിനിമാ താരത്തിന് എന്തെങ്കിലും പറഞ്ഞു, എല്ലാം മിക്സ്ഡ് ആയിട്ട് കോണ്ടന്റ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഓണം കണ്ടന്റ് ഇതോടുകൂടി അവസാനിച്ചിരിക്കുന്നു. തൽക്കാലം വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഓക്കെ, അടുത്ത വീഡിയോ വരാം. ഓക്കെ, ബൈ.